കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു FC. നമുക്കറിയാം ഈ ഒരു മത്സരം സാധാരണ മത്സരം പോലെ തുടങ്ങാനോ സാധാരണ മത്സരം അവസാനിക്കാനോ പോകുന്നില്ല എന്നുള്ളത്. ശരിക്കും ബംഗളൂരു FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ഇത്രത്തോളം ഒരു ഹൈപ്പിന്റെ ആവശ്യമുണ്ടോ? ഓഫ്കോഴ്സ് ഒരു റിവഞ്ച് കഥ നമുക്ക് പറയാനുണ്ട്. അത് ISL നമ്മളെ സെമിന്ന് ഔട്ടായതാകട്ടെ, അതുപോലെ നമ്മുടെ സൂപ്പർ കപ്പിൽ നിന്നാകട്ടെ, ഡ്യൂറൻ കപ്പിൽ നിന്നാകട്ടെ, എല്ലാ ടൂർണമെന്റിലും ബംഗളൂരു FC നമ്മളെ നല്ലപോലെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഇത്രത്തോളം ഹൈപ്പ് കിട്ടേണ്ട ഒരു കാര്യം ഈ മത്സരത്തിനുണ്ടോ? ഇന്നലത്തെ മത്സരം എടുക്കുകയാണെങ്കിലും അഗ്രഷൻ ഉണ്ടായിരുന്നു, ആ റിവഞ്ച് എടുക്കേണ്ട ആഗ്രഹമുണ്ടായിരുന്നു, ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് മാത്രം കാണുന്നില്ലായിരുന്നു. വീട്ടിലോട്ട് ഡീപ്പായി കിടക്കുന്ന കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ 100K എന്ന വലിയ ഫിലിമൊക്കെ ഇതിന് കുറച്ച് മെമ്പേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. നമ്മൾ കുറേ കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു വെൽ പ്ലേഡ് KBFC എന്നുള്ളത്. എന്നാൽ വെൽ പ്ലേഡ് ആണോ? ഒരിക്കലുമല്ല. ഫസ്റ്റ് ഹാഫ് കണ്ടാൽ നമുക്കറിയാം ഇത്രത്തോളം ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ബാഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടില്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന്. എന്നാൽ സെക്കൻഡ് ഹാഫ് കണ്ടാൽ ആ ഫസ്റ്റ് ഹാഫ് കളിച്ച ബ്ലാസ്റ്റേഴ്സിനോട് കളിച്ച് നമ്മളൊന്ന് ആലോചിച്ചിരുന്നു. കാരണം അത്രയും നല്ലപോലെ സെക്കൻഡ് ഹാഫും കളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നേരത്തെ ചോദിച്ച ചോദ്യം, ശരിക്കും ഈ ഒരു മത്സരത്തിന് ഇത്രത്തോളം ഹൈപ്പിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും നമ്മുടെ വില നമ്മൾ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? കാരണം നമുക്കറിയാം ഈ ബംഗളൂരു കേരള മത്സരം വന്നാൽ നമ്മുടെ കുറേ ഫാൻസ് അവരുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടും. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഊക്ക് മേടിച്ച് തിരിച്ചു വരും. ഓക്കെ, കുറേ പേര് ഒഫൻഡ് ആവുമായിരിക്കും. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് എന്താണുള്ളത്? ഹെഡ് ടു ഹെഡ് നോക്കുക. ബ്ലാസ്റ്റേഴ്സിന് 4 കളികൾ മാത്രമാണ് ഹെഡ് ടു ഹെഡിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ബംഗളൂരു FCക്ക് 11 കളികളും. എന്നാൽ അവർ ടിഫോ പൊക്കിയവരെ തന്നെ ട്രോഫി സ്പീക്സ്. അത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫിയെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഡെർബി അല്ലെങ്കിൽ ഒരു ഇത്രത്തോളം ഹൈപ്പ് കിട്ടണമെങ്കിൽ സമനിലയിൽ നിൽക്കുന്ന ടീമുകൾ വേണ്ടേ? അതിലും നമ്മൾ പുറകിൽ തന്നെയാണ്. പിന്നെ പറയാനാണെങ്കിൽ റിവെഞ്ച് എന്ന് വെച്ചാൽ കുറേ കടം തീർക്കാനുണ്ട്. കടം നമുക്ക് ATK ഉണ്ടായിരുന്നു, ബംഗളൂരുവിനോട് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ടീമുകൾക്ക് കുറേ കടങ്ങളുണ്ട്. അതിൽ ഒരു ടീം മാത്രമാണ് ബംഗളൂരു FC. സ്റ്റിൽ ഇത്ര ഹൈപ്പ് മേടിക്കുന്നു, നമ്മൾ പോകുന്നു, തോക്കുന്നു, തിരിച്ചു വരുന്നു. നമുക്ക് പിന്നെയും ഹെയ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹെയ്റ്റ് കൂടുക എന്നുള്ളത് ഞാൻ എടുത്തു പറയാനുള്ള റീസൺ നമുക്കറിയാം. ജസ്റ്റ് ബംഗളൂരു FCൻ്റെ ISL പേജ് പോയി നോക്കുക. നമ്മൾ എത്ര തോറ്റാലും ഈ ബംഗളൂരു FC തെറി വിളിക്കുന്നത് എന്തിനാണ്? കാരണം വി ഡിസേർവ്ഡ് ഇറ്റ്. കാരണം നമ്മൾ തോറ്റു, നമ്മൾ ഉറപ്പായിട്ടും ട്രോളുകളോ ഇതോ വാങ്ങണം. കാരണം നമ്മൾ ജയിച്ചാലും നമ്മൾ ഇതെല്ലാം തിരിച്ചു കൊടുത്തേനെ. ട്രോൾ അല്ലെങ്കിൽ ഈ മീം എന്നൊക്കെ ഉള്ളത് അങ്ങോട്ട് മാത്രം കൊടുക്കാനുള്ളതല്ല, തിരിച്ചും കിട്ടും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് പണ്ടേ ഭയങ്കര മടിയാണല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലേ, നമ്മൾ ഈ മുംബൈ സിറ്റിയുടെയും ബംഗളൂരു FCൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നമ്മൾ ഈ പിന്നെയും അവർ വെല്ലുവിളിക്കുമ്പോഴൊന്ന് ആലോചിക്കുക, നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നുമല്ല. അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും ഹെഡ് ടു ഹെഡിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ തന്നെ വില പിന്നെയും കളഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. തമ്പാക്ക് സുനിൽ ഛേത്രി ഓവർ റേറ്റഡ് ആണ്. അങ്ങനെ എപ്പോഴും ബംഗളൂരു FCക്കെതിരെ കളി വരുമ്പോൾ നമ്മൾ ട്രോളറുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ട്രോളത്തിലെന്ന് പ്ലീസ് പറയല്ലേ. നമുക്ക് നേരെ നമ്മുടെ എത്ര ഫാൻസാണ് കമൻറ്റ് ബോക്സിൽ പോയി സുനിൽ ഛേത്രിക്കെതിരെ കമൻറ്റ് ഇടുന്നതെന്നുള്ളത്. ഓക്കെ, പകുതിയും ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒന്നും അല്ല, വേറെ ടീമിൻ്റെ ഫാൻസ് ഒന്ന് കമൻറ്റ് ഇടുമെന്ന് പറഞ്ഞാലും സ്റ്റേഡിയത്തിൽ തന്നെ പോയി നോക്കുക. നമ്മുടെ കലൂ സ്റ്റേഡിയത്തിൽ തന്നെ ബംഗളൂരു FCക്കെതിരെ കളി നടക്കുമ്പോൾ ഈ സുനിൽ ഛേത്രിക്കെതിരെയുള്ള ചാൻഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിത്ത് ഒരു ബാഡ് വേർഡ് അല്ലെങ്കിൽ തെറി പറഞ്ഞുകൊണ്ടുള്ള വീടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ റിയാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ സുനിൽ ഛേത്രി സുനിൽ ഛേത്രി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാത്രം ഏകദേശം 11 ഗോളുകൾ ഇപ്പോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ആലോചിക്കുക, ബ്ലാസ്റ്റേഴ്സിനെതിരെ മാത്രം 11 ഗോളുകൾ. ഇനി നമ്മൾ ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര മോശമായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് നല്ലപോലെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഗോവയ്ക്കെതിരെ മത്സരത്തിൽ നമ്മുടെ ബോറിസ് സിംഗ്, നമ്മുടെ നോഹ സദോയെ പൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കളി നമ്മുടെ നിഖിൽ പൂജാരി ആയിരുന്നു പൂട്ടിയിട്ടുണ്ടായിരുന്നത്. പറയാതിരിക്കാൻ വയ്യല്ലോ, നിഖിൽ പൂജാരി ശരിക്കും പറഞ്ഞാൽ പൂട്ടി കെട്ടി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോഹ സദോയെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൊത്തം ഒരു എബിലിറ്റി പുറത്തിറക്കാൻ പോലും സാധിച്ചില്ലായിരുന്നു. സ്റ്റിൽ അദ്ദേഹം ഒരു അസിസ്റ്റും കുറേ മൂവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെയാണ്. അഫ്കോഴ്സ് അദ്ദേഹം ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോം മാച്ച് കളിച്ചപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് തന്നെ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടായിരുന്നു. അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണ് നമ്മുടെ നോഹ സദോയ് വിങ്ങിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം പുതിയ കോച്ചും ടാക്ടിക്സ് ഒക്കെ പ്രകാരം മാക്സിമം വിങ് യൂട്ടിലൈസ് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നോഹയോ ലൂണയോ അല്ലെങ്കിൽ സന്ദീപ് സിംഗോ ആരെങ്കിലും ക്രോസ് കൊടുക്കും, സെൻറ്ററിൽ നിന്ന് ഹെഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാക്ടിക്സ് എന്ന് വെച്ചാൽ വിങ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇങ്ങനെ സംഭവമാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ലോക്കായാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പ്ലാൻ എ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേർ ഈസ് പ്ലാൻ ബി. നിഖിൽ പൂജാരി അവിടെ അല്ലെങ്കിൽ റോഷൻ സിംഗ് അപ്പുറത്ത് 2 വിങ്ങും നല്ലപോലെ തന്നെ ഒന്ന് സ്കെച്ച് ചെയ്ത് അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്താൽ നമുക്കൊരു സെൻറ്ററിൽ കൂടി ഒരു അറ്റാക്ക് പോലും നല്ലപോലെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒരു കാര്യം കൊണ്ട് ശരിയാണ്, നമുക്ക് സെൻറ്ററിൽ കൂടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലേയേഴ്സും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ കുറേ മിസ് പാസുകൾ സെൻറ്ററിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെൻറ്ററിൽ കൂടെ എന്ന് വെച്ചാൽ നവോച്ച സിംഗ് ഒക്കെ സെൻറ്ററിൽ വരുന്നു, ബോൾ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഓഫ്കോഴ്സ് ലോങ് റേഞ്ചസ് ട്രൈ ചെയ്യുന്നത് നല്ല കാര്യമാണ്, ഇന്ന് നമ്മൾ ട്രൈയും ചെയ്യണം. സ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സെൻറ്ററിൽ കൂടെ അറ്റാക്കുകൾ ഭയങ്കര കുറവാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നത്. വിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജിക്സൺ സിംഗ് ഇന്നലത്തെ മത്സരം എന്ന് വെച്ചാൽ ചെന്നൈക്കെതിരെ ഒരു സൂപ്പർ ലോങ് റേഞ്ചർ നേടിയിട്ടുണ്ടായിരുന്നു. അതും സെൻറ്ററിൽ നിന്ന്
കളി ജനറേറ്റ് ചെയ്ത് അദ്ദേഹം ഒരു ലോങ് റേഞ്ചർ നേടുന്നു. നമുക്കറിയാം ജിക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചപ്പോഴും സെൻറ്ററിൽ കൂടെ നല്ല ത്രൂ ബോളുകളും ലോങ് ബോളുകളും കൊടുക്കുന്നുണ്ടായിരുന്നു. റീപ്ലേസ്മെൻറ്റ് ആ ഒരു ചോദ്യം പിന്നെയും പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കുറേ പ്ലേയേഴ്സിനെ പറഞ്ഞു വിടാൻ ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, പറഞ്ഞു വിട്ടോട്ടെ, ടീമിന് നല്ലതിന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല റിസൾട്ട് വരുവാണെങ്കിൽ. ബട്ട് റീപ്ലേസ്മെൻറ്റ്സ് വരണം. റീപ്ലേസ്മെൻറ്റ്സ് ഇല്ലാത്തതിൻ്റെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ വർഷം അനുഭവിക്കുന്നുണ്ട്. ലാസ്റ്റ് 5 ഗെയിംസ് നോക്കുവാണെങ്കിൽ 2 തോൽവി, 1 വിൻ, വീണ്ടും 2 തോൽവിയാണ്. ഈ സീസണിൻ്റെ ഏകദേശം പ്രതീക്ഷ നമ്മുടെ തീർന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സെറ്റ് പീസുകൾ. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് സെറ്റ് പീസ് കൺവേർഷൻ ബ്ലാസ്റ്റേഴ്സിന് ഒട്ടും തന്നെ ഇല്ല. അഫ്കോഴ്സ് നമ്മൾ ഈ നോക്കുവാണെങ്കിൽ കുറേ ഡേഞ്ചർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് പീസിൽ നിന്നോട് അല്ലെങ്കിലും നമ്മുടെ ലൂണയും നോഹയ്ക്ക് ക്രോസ് ചെയ്യുന്ന വഴി നമുക്ക് നല്ല ഡേഞ്ചർ സിറ്റുവേഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 2 ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അത് ഫാക്റ്റ് തന്നെയാണ്. എന്നാൽ 11 കോർണർ കിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ഗോൾ പോലും കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അതുപോലെ നമ്മൾ കാണുന്ന കാര്യമാണ് ഈ കമൻറ്റ് ബോക്സിൽ വല്ല ആൾ തന്നെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് തന്നെയാണ് മേജർ റീസൺ എന്നുള്ളത്. ഓക്കെ, ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ സോം കുമാറിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഹോർമയുടെ ഭാഗത്തു നിന്നും സന്ദീപ് സിംഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. സ്റ്റിൽ ഒരു പരിധി വരെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് നമ്മൾ കുറ്റം പറഞ്ഞാലും എവിടെയോ പ്ലാനും എന്ന് വെച്ചാൽ ഈ ഓൾ ഔട്ട് അറ്റാക്കിന് പോകുമ്പോൾ ഡിഫൻസ് ലൈൻ ഒന്നുമില്ല, നല്ല കൗണ്ടർ അറ്റാക്കുകൾ വരുന്നു. ബംഗളൂരു FC നമ്മുടെ ഹോം മാച്ച് കളിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നലെയും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ ഗോൾ അടിക്കാൻ സാധിച്ചില്ല. സ്റ്റിൽ നമ്മുടെ ഓൾ ഔട്ട് അറ്റാക്കിങ്ങിൽ ചെറിയ പ്രശ്നം കാണുന്നു. വിങ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ക്രോസുകൾ മാത്രം അല്ലെങ്കിൽ 1-2 പ്ലേയേഴ്സിലേക്ക് മാത്രം ഡിപ്പെൻഡ് ആകുന്നു. അങ്ങനെ കുറേ മിസ്റ്റേക്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം ഇന്നലെ നല്ലൊരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഇവാൻ മുക്കോമനോവിച്ചിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പുതിയ കോച്ചിനെ പറ്റിയും. സോ മിഖായൽ സ്റ്റാർക്കിയാണോ നല്ലത്, ഇവാനാണോ നല്ലത്, ഈ ചർച്ച എല്ലാ മത്സരം കഴിയുമ്പോൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിഖായൽ സ്റ്റാർക്കിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ വിങ്ങിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അതുപോലെ വിങ്ങിൽ നിന്ന് ക്രോസ് കൊടുക്കുക, ഈ ഒരു ടാക്ടിക്സ് ഒന്ന് മാറ്റി നോക്കാനും അല്ലെങ്കിൽ പ്ലാൻ ബി ഒന്ന് ജനറേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓക്കെ, ഞാൻ കോച്ചോ അല്ലെങ്കിൽ നല്ല കളിക്കാരോ ഒന്നുമല്ല. സ്റ്റിൽ ആസ് എ ഫാൻ, ആസ് എ വ്യൂവർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ 2-3 കളി നല്ലപോലെ ഒബ്സർവ് ചെയ്തപ്പോൾ വിങ് മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നല്ല റീപ്ലേസ്മെൻറ്റ്സ് ദയവ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ ബംഗളൂരുസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം അവരുടെ ജാവി ടീം വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്ലേസ് ടീം വിട്ടപ്പോൾ പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു. നിഖിൽ പൂജാരി, രാഹുൽ ബേക്കെ, അതുപോലെ പെരഡിയാസ്, ഇങ്ങനെ റീപ്ലേസ്മെൻറ്റ്സ് കൊണ്ടുവന്ന് ടീമിനെ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരിക പ്ലീസ്. എൻ്റെ നിഖിലേട്ട ഈ പിശുക്കൊന്ന് നിർത്തുക. നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യമാണ് നമ്മളങ്ങനെ പ്ലേയേഴ്സിനെ മേടിച്ച് കൂട്ടാറില്ല, നമ്മൾ ടീമിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, അത് ശരിയാണ്. സ്റ്റിൽ ബെഞ്ച് സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ബംഗളൂരു FC ആയാലും അല്ലെങ്കിൽ മോഹൻ ബഗാൻ ആയാലും മുംബൈ സിറ്റി ആയാലും അവരുടെ എല്ലാം ബെഞ്ച് സ്ട്രെങ്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പിടിച്ച് നിൽക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്ത്യൻ കണ്ടീഷൻ ഭയങ്കര ഫിസിക്കലി ഉള്ള ഒരു ഫുട്ബോൾ ഗെയിമാണ്. സോ ഇഞ്ചുറീസ് എപ്പോൾ വേണേൽ വരാം. അപ്പം ഇഞ്ചുറി പറ്റിയിട്ട് അയ്യോ ആ താരം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇയാളില്ലാത്തതുകൊണ്ട് അയാളില്ലാത്തതുകൊണ്ട് തോറ്റുപോയെന്ന റീസൺ മാത്രം പറയല്ലേ. വി നീഡ് പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ മത്സരത്തെ പറ്റി ദയവായി കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.